അരുൺ, ഞാൻ ഗർഭിണിയാണെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്, എന്നിട്ടും നീ കേട്ടില്ല. ഇക്കാര്യം അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. ഞാൻ എന്ത് ചെയ്യണം നീ പറ. നീ എന്നെ കല്യാണം കഴിക്ക്. എന്റെ അച്ഛന്റെ അടുത്ത് നിന്റെ കുടുംബത്തെയും കൂട്ടി വന്ന് പറ. എനിക്കൊരു നല്ല ജോലിയില്ല. അച്ഛൻ ഒരിക്കലും ഇപ്പൊ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. രണ്ടുപേർക്ക് ഒളിച്ചോടാ. ഈ പെട്ടെന്ന് എന്തെങ്കിലും പറ. നീ സമാധാനത്തിൽ നിൽക്ക്, എന്തെങ്കിലും വഴി കാണാം. ഇവിടെ സംസാരിച്ചാൽ ആരെങ്കിലും കാണും. ആ പഴയ കിണറിന്റെ ഭാഗത്ത് പോവാ, അവിടെ ആരും കാണില്ല. നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. എനിക്ക് വീട്ടിലേക്ക് പോകാൻ പേടിയാവുന്നു. എന്റെ മുഖഭാവത്തിൽ മാറ്റം കണ്ടാൽ അമ്മയും അച്ഛനും സംശയിക്കും. എനിക്കൊരു സമാധാനത്തിൽ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. എനിക്കിവിടെ പേടിയാവുന്നു. നീ എന്തെങ്കിലും പറ. നമുക്ക് രണ്ടുപേർക്കും ഈ കിണറ്റിൽ ചാടി ഒന്നിച്ച് മരിക്കാം. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. എന്തിനാ ഓടുന്നത്? കിണറ്റിൽ വീണു ആരോ മരിച്ചിരിക്കുന്നു. അതിനുശേഷം ആരും ഈ വഴി പോകാറില്ല. രാത്രിയിൽ ഒറ്റയ്ക്ക് ഈ വഴി പോയ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു. 1995 കാലഘട്ടം. സമയം രാത്രി 1:30 മണി. കാസർഗോഡ് മിലൻ തിയേറ്ററിൽ നിന്നും സെക്കൻഡ് ഷോ കഴിഞ്ഞു. ഓട്ടോറിക്ഷയ്ക്ക് കാത്തിരിക്കുന്ന ദമ്പതികൾ. ചേട്ടാ, ഒന്ന് ഉദയഗിരി പോവോ? കുറെ പേരോട് ചോദിച്ചു, ആരും ആ വഴി പോകാൻ ഒക്കുന്നില്ല. ചേട്ടാ, കുറെ സമയമായി. പൈസ കൂടുതൽ തരാം, ഒന്ന് വിടുവോ? ഉദയഗിരിയിൽ എവിടേക്കാണ് പോകേണ്ടത്? മഞ്ഞപ്പാറ. മഞ്ഞപ്പാറയോ? അതെ. മഞ്ഞപ്പാറയോ? അവിടെ വീടുകളൊന്നും ഇല്ലല്ലോ. അവിടെയുള്ള പൊട്ടക്കിണറിനെ പറ്റി പലതും പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലമാണല്ലോ അത്. അതെല്ലാം വെറുതെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ്. ഞങ്ങൾ അതിന്റെ അടുത്ത് തന്നെയല്ലേ താമസിക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ചേട്ടാ, ഇവിടെ നിർത്തണേ. ഇവളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഇവിടെ വീടൊന്നും കാണുന്നില്ലല്ലോ. ചേട്ടാ, എന്റെ വീട് ആ കാണുന്ന കിണറില്ലേ, അതിന്റെ അപ്പുറത്താണ്. യാ അല്ലാ, അവര് പോയിട്ട് കുറെ സമയമായല്ലോ. ഇതുവരെയായിട്ടും കാണുന്നില്ലല്ലോ. ഏതായാലും അവര് പോയ വഴിയിലൂടെ പോയി നോക്കാം. ഇവരെവിടെയാ പോയത്? ഇവിടെ അടുത്തൊന്നും ഒരു വീട് പോലും ഇല്ലല്ലോ. ഹലോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഡ്രൈവറേ, ഡ്രൈവറേ! ഡ്രൈവർ, ആരാ എന്നെ വിളിച്ചത്? നിങ്ങൾ എന്നെ പേടിപ്പിക്കല്ലേ. നിങ്ങൾ എവിടെയാ ഉള്ളത്? ഇവിടെ ആരുമില്ലേ? ഹലോ, നിങ്ങൾ പെട്ടെന്ന് വരണം. എവിടെയാണ് നിങ്ങൾ ഉള്ളത്? എന്നെ രക്ഷിക്കണേ! അയ്യോ, എന്നെ രക്ഷിക്കണേ! എന്നെ രക്ഷിക്കണേ! അസ്സലാത്തു ഖൈറും മിനൻ നൗം. കുറച്ച് വെള്ളം തരുവോ? വല്ലാത്ത പേടിച്ചിരിക്കുന്നല്ലോ. എന്തുപറ്റി? കാസർഗോഡ് മിലൻ തിയേറ്ററിന്റെ അടുത്തു നിന്നും ഉദയഗിരിക്ക് ദമ്പതികളുടെ വാടക കിട്ടി. ഉദയഗിരിക്കാണോ? പട്ടാപ്പകൽ പോലും അതിലെ ആരും പോകാറില്ല. നീ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടും ഉദയഗിരി മഞ്ഞപ്പാറയെപ്പറ്റി അറിയില്ലേ? പിന്നെന്തിനാണ് അതും പാതിരാത്രി പോയത്? ആ സംഭവങ്ങളൊക്കെ എനിക്കറിയാം. എന്നാലും ഇന്ന് വാടക വളരെ കുറവായിരുന്നു. അവരധികം തരാമെന്ന് പറഞ്ഞപ്പോൾ കഷ്ടപ്പാട് കൊണ്ട് പോയതാണ്. ദമ്പതികളെന്ന് നീ പറഞ്ഞില്ലേ? അതൊരു ചുരിദാറിട്ട പെണ്ണും കൂടെ ഒരു യുവാവുമാണോ ഓട്ടോയിൽ കയറിയത്? അതെ. അവർ 5 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത അരുണും യശോദയുമാണ്.
ചേട്ടാ ഒന്ന് ഉദയഗിരി പോവോ? ചേട്ടാ കുറേ സമയമായി, പൈസ കൂടുതൽ തരാം. ഞങ്ങൾ അതിന്റെ അടുത്ത് തന്നെയല്ലേ താമസിക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോ അവർ രണ്ടുപേരും പ്രേതമായിരുന്നോ? നീ എന്തോ ഭാഗ്യം കൊണ്ടാ മോനെ രക്ഷപ്പെട്ടത്. ഇതുവരെ ദമ്പതികളായ അരുണും യശോദയും കൂടി 4 പേരെയാണ് ആ പൊട്ടക്കിണറ്റിലിട്ട് കൊന്നത്. പാതിരാത്രിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. നീ നല്ല പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ പോണ്ട, കുറച്ച് വെളിച്ചം വന്നതിന് ശേഷം പോവാം. ഇല്ല, ഞാൻ പോന്നു. ഉമ്മയും ഭാര്യയും കാത്തിരിക്കുന്നുണ്ടാവും. പള്ളിയിൽ ഇഖാമത്ത് കൊടുത്തു. ധൈര്യമായി പോയിക്കോ, എവിടെയും നിർത്തണ്ട. ഞാൻ പോട്ടെ. വേഗം വാതിൽ തുറക്ക്. എന്തുപറ്റി മോനെ? ആകെ പേടിച്ചിരിക്കുന്നല്ലോ. ഉപ്പ, എന്റെ ബാക്കിൽ ആരോ ഉണ്ട്. നീ എന്തോ കണ്ടു പേടിച്ചതാണ്. വേഗം അകത്തേക്ക് വാ. ഉപ്പ, അവർ രണ്ടുപേരും എന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. എനിക്ക് പേടിയാവുന്നു. മോനെ, നീ പേടിക്കണ്ട. എന്താ നീ കണ്ടത്? ഉപ്പ അടുത്തില്ലേ? നീ സമാധാനിക്ക്. എല്ലാം നിന്റെ തോന്നലാണ്. ഇവിടെ ഒന്നുമില്ല. ഈ വെള്ളം കുടിക്ക്, എന്നിട്ട് കുറച്ച് കിടക്ക്. എന്തു പറ്റി മോനെ? നിങ്ങൾക്ക് എന്തു പറ്റി? അവൻ എന്തോ കണ്ടു പേടിച്ചതാ. അവൻ സമാധാനത്തിൽ കിടക്കട്ടെ. മോൻ കിടക്ക്. ഇവിടെ ഒന്നുമില്ല, പേടിക്കണ്ട. മോൻ സമാധാനത്തിൽ കിടന്നുറങ്ങൂ. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാ എല്ലാം ശരിയാവും. പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ അപ്പുറത്തുണ്ട്. എന്താവശ്യന്നാലും വിളിക്കണം. നല്ല പനിക്കുന്നുണ്ട്. എന്തോ കണ്ടു പേടിച്ചില്ലേ? പേടിപ്പനിയാണ് വന്നത്. ഇട്ട ഡ്രസ്സ് പോലും മാറ്റാതെയാ കിടന്നത്. നല്ല പേടിച്ചിട്ടുണ്ട്. ചെറിയ പേടിയൊന്നുമല്ല പേടിച്ചത്, നന്നായി പേടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ ഞെട്ടുന്നുണ്ട്. റഹീമിന് എന്തു പറ്റി? ഇന്നലെ രാത്രി ഉദയഗിരിയിലേക്ക് വാടക പോയിരുന്നു. അവിടുന്ന് എന്തോ കണ്ടു പേടിച്ചതാണ്. വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയോ? ഞാൻ പോയി മരുന്ന് കൊണ്ടുവന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ, നാളെ രാവിലെ കൊണ്ടുപോകണം. റഹീമേ, എഴുന്നേക്ക്. രാവിലെ കിടന്നതല്ലേ, സമയം വൈകുന്നേരമായി. ഉമ്മ നല്ല കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റഹീമേ, എഴുന്നേൽക്ക്. റഹീമേ, എന്തു പറ്റിയടാ? മോനെ, ഈ കഞ്ഞി കുടിക്ക്, എന്നിട്ട് ഉറങ്ങ്. നാളെ രാവിലെ എല്ലാം ശരിയാവും. രാവിലെ വന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല. മനസ്സിൽ നല്ല പേടിക്കേറിന്. ഇടയ്ക്കിടയ്ക്ക് പേടിച്ച് ഞെട്ടുന്നു. എല്ലാവരും വരൂ, അവൻ നന്നായി ഉറങ്ങട്ടെ. ഇങ്ങനെ കൂർക്കം വലിച്ചുറങ്ങിയാ മതിയോ? നമുക്ക് പോകണ്ടേ? ഡ്രൈവറെ, നമുക്ക് പോകാം. ഒരിക്കലും മരണമില്ലാത്ത ലോകത്തേക്ക് ഞങ്ങളുടെ കൂടെ വരൂ. വരൂ മകനെ, ഞങ്ങൾ മരണമില്ലാത്ത ലോകത്ത് നിന്നെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അടുത്തേക്ക് വരൂ മകനെ.
ഇതും കൂടി 5ാമത്തെ ആളാണ് ഈ കിണറിൽ വീണ് മരിക്കുന്നത്. അരുണും യശോദയും തന്നെയായിരിക്കും ഇതിന്റെ പിന്നില്. എൻ്റെ ചെറുപ്പകാലത്ത് കേട്ട സംഭവങ്ങളാണ്. കുറച്ച് ഉപ്പും മുളകും പുളിയൊക്കെ ചേർത്തുകൊണ്ട് AI വീഡിയോയിലൂടെ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 5 ഇരയെ കിട്ടി. 6ാമത്തെ ഇരയെ തേടി പോകാം അല്ലേ? ഞാൻ റെഡി. ഇന്ന് നമുക്ക് തെക്ക് ഭാഗത്തേക്ക് പോകാം. കൊറേ സമയമായല്ലോ, ഇതുവരെ ആരെയും ഈ വഴി കാണുന്നില്ലല്ലോ. പെണ്ണ്, ഒരിര വരുന്നുണ്ട്. ചേട്ടാ, ഉദയഗിരി വഴിയാണോ പോകുന്നത്? കൊറേ സമയമായി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു. ഒരു വാഹനം പോലും ഇതുവഴി വന്നില്ല. ചേട്ടൻ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒന്നിറക്കുവോ? മക്കളെ, ഞാൻ ഉദയഗിരി മഞ്ഞപ്പാറ വഴിയാണ് പോകുന്നത്. ധൈര്യമായി കയറിക്കോളൂ.